എല്ലാവർക്കും നമസ്കാരം. ഞാൻ യുവരാജ് ഗോകുൽ, നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ നിങ്ങളോട് യാന്ത്രികമായി വോട്ട് അഭ്യർത്ഥിക്കുകയല്ല. ഞാൻ നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്കെന്തുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നോക്കൂ, കഴിഞ്ഞ 10-25 ദിവസങ്ങളിലെ പര്യടനം പൂർത്തിയായി വരുമ്പോൾ, അല്ലെങ്കിൽ പ്രചരണം പൂർത്തിയായി വരുമ്പോൾ, ഞാൻ വളരെ മുമ്പ് തന്നെ എനിക്ക് മണ്ഡലത്തിന് അടുത്തറിയാമെങ്കിൽ പോലും വളരെയധികം ഹൃദയത്തെ സ്പർശിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്ക് വെച്ചിട്ട് പരിയാരം ഭാഗത്തെത്തിയപ്പോൾ എൻ്റെ പര്യടന വാഹനത്തിൻ്റെ മുന്നിലേക്ക് ഒരു അമ്മ കടന്നു വന്നു. ആ അമ്മ കടന്നു വന്നിട്ട് ആ അമ്മ പറയുകയുണ്ടായി, ഒരു പൈപ്പ് ചൂണ്ടിക്കാണിച്ചിട്ട്, മോനെ, ഞാൻ ഇവിടെ നിന്ന് വെള്ളം എടുത്തുകൊണ്ടാണ് ഈ പാറ മുഴുവൻ കയറിയിട്ട് മുകളിലേക്ക് പോകുന്നത്. നല്ല പ്രായമുണ്ട് അമ്മയ്ക്ക്, എങ്ങനെ പോലെ ഒരു 70 വയസ്സിന് മുകളിൽ വരും. അപ്പോൾ അടിസ്ഥാനപരമായ വിഷയങ്ങളാണ്. അപ്പോൾ ഞാൻ തേക്കടയിൽ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകുന്ന സമയത്ത്, ഞാൻ ആദ്യത്തെ ദിവസം പോകുന്ന സമയത്ത് പൈപ്പിൽ വെള്ളമുണ്ട്, രണ്ടാമത്തെ ദിവസം പോകുമ്പോൾ കൈ കഴുകാൻ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചോ പറഞ്ഞു 4-5 ദിവസം കൂടുമ്പോൾ മാത്രമാണ് വെള്ളം വരുന്നത്. അപ്പോൾ മുനിസിപ്പാലിറ്റി ഭാഗത്ത് ആ പ്രശ്നമുണ്ട്, എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. 5 ഭാഗത്തൊക്കെ ഒരുപാട് പേര് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ മനസ്സിലാക്കുന്നത് വ്യാപകമായിട്ടത് മണ്ഡലം മുഴുവൻ നിലനിൽക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ അടിസ്ഥാനപരമായ കുടിവെള്ള പ്രശ്നത്തിൽ നിന്ന് നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു തരത്തിലും മണ്ഡലത്തിലെ ജനങ്ങൾക്ക് എന്താണോ വേണ്ടുന്നത് ആ തരത്തിലുള്ള വികസനം നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ട് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ 2016 ശ്രീ വി രാജേട്ടൻ ഇവിടെ മത്സരിക്കുമ്പോൾ പറഞ്ഞ ഒരു വാഗ്ദാനമാണ്, അല്ലെങ്കിൽ മുമ്പോട്ട് വെച്ചതാണ്, വഴയില മുതലുള്ള റോഡിനെ 4 വരിയാക്കി വികസിപ്പിക്കുന്നതിനെ കുറിച്ചിട്ട്. നോക്കൂ, ഒരു ദശകം മുമ്പ് തന്നെ വഴയില വരെയുള്ളത് റോഡ് വീതി കൂട്ടപ്പെട്ടതാണ്. സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ അല്ലെങ്കിൽ വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സമയത്ത് വഴയില മുതൽ പിന്നീടുള്ള റോഡ് വീതി കൂട്ടപ്പെടേണ്ടതാണ്. 10 വർഷം അതിൻ്റെ പുറത്ത് അടയിരുന്നവർ എന്തുകൊണ്ട് അതങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനാണ് ഉത്തരം പറയേണ്ടത്. അല്ലാണ്ട് അതിനെ ഒരു വലിയ വികസന നേട്ടമാക്കി അവതരിപ്പിക്കുകയല്ല വേണ്ടത്. തിരഞ്ഞെടുപ്പ് സമയമാകുമ്പോൾ വോട്ട് തട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഇത്തരത്തിലുള്ള വികസന പദ്ധതികളുമായിട്ട് മുമ്പോട്ട് വരുന്നവരെ നിങ്ങൾ തിരിച്ചറിയേണ്ടുന്നതുണ്ട്. ഞാൻ ആവർത്തിച്ച് പറഞ്ഞ മറ്റൊരു വിഷയമാണ് പോത്തങ്കോട് ജംഗ്ഷൻ്റെ നവീകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഒരു വികസനം ഇനി ഇപ്പുറത്തേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ ആ പോത്തങ്കോട് ജംഗ്ഷൻ അങ്ങനെ നിന്നാൽ നമുക്ക് സാധിക്കില്ല. അതിന് എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ളൊരു സംവിധാനം നമ്മൾ സൃഷ്ടിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ വെഞ്ഞാറമൂട് ബൈപ്പാസിൻ്റെ പണി നടക്കുന്നു, അത് കഴിയുമ്പോഴേക്കും വലിയ തോതിൽ വാഹനങ്ങൾ ഒരു മിനിറ്റിൽ വന്നിറങ്ങുന്നതിൻ്റെ എണ്ണം കൂടാൻ പോകുന്നു. പോത്തങ്കോട് ജംഗ്ഷൻ അത് താങ്ങില്ല, സഫോക്കേഷനാണ് സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒരു 2-3 വർഷത്തിനപ്പുറം അല്ലെങ്കിൽ 5 വർഷത്തിനൊന്നും അത് പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പോൾ ഈ പോത്തങ്കോട് മുതൽ മംഗലാപുരം വരെയുള്ള റോഡ് 70 കോടി മുടക്കി പണിഞ്ഞു എന്ന് പറയുന്നുണ്ട്. നാഷണൽ ഹൈവേ 2 വരി പണിയാൻ വേണ്ടി കിലോമീറ്ററിന് 5 കോടിയാണ്. അങ്ങനെയാണെങ്കിൽ 7 കിലോമീറ്റർ പണിയാൻ 35 കോടി. പക്ഷേ നമ്മുടെ ഈ പോത്തങ്കോട് മുതൽ മംഗലാപുരം വരെയുള്ള റോഡ് 7 കിലോമീറ്റർ 70 കോടി മുടക്കിയാണ് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് പോലും എന്തായിരുന്നു അതിൻ്റെ അവസ്ഥ എന്നറിയാം. പോത്തങ്കോട് നിന്ന് കരൂർ വരെയുള്ള റോഡ് 2 വശത്തും പാർക്കിങ്ങാണ്. പാർക്കിങ്ങിനുള്ള സ്ഥലം പോലും ഇടാത്ത തലത്തിലാണ് അത് ചെയ്തിരിക്കുന്നത്. ഓടകളൊന്നും തന്നെ മണ്ണ് കോരിക്കളയോ വേസ്റ്റ് കോരിക്കളയോ ചെയ്തിട്ടില്ല. നിർമ്മാണ സാമഗ്രികൾ ഉൾപ്പെടെ അതിനകത്ത് എടുത്തിട്ടാണ് പണി. അതിൻ്റെ മുകളിൽ സ്ലാബ് ഇട്ടിട്ട് ഇൻ്റർലോക്ക് ഇട്ടതെന്നാണ് ജനങ്ങൾ തന്നെ പറയുന്നത്. അപ്പോൾ ജനങ്ങളെ കണ്ടിട്ട്, ജനങ്ങളെ മുൻകൂട്ടി കണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ഒരു 10 വർഷത്തിനപ്പുറം, ഒരു 15 വർഷത്തിനപ്പുറം എന്നുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ളൊരു വികസനത്തിന് ശ്രമിക്കുന്നതിന് പകരം ഈ പ്രദേശത്ത് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരു വികസനം എന്നുള്ള തലത്തിലൊരു പ്രവർത്തനം നടത്തുന്നത് ഒരിക്കലും ജനാധിപത്യത്തിനോ ജനങ്ങൾക്കോ ഭൂഷണമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വെള്ളാണിക്കൽ പാറ പോലെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ അവഗണിക്കപ്പെട്ടു പോയി, തമ്പുരാൻപാറ, തമ്പുരാട്ടിപ്പാറ അവഗണിക്കപ്പെട്ടു പോയി. അപ്പോൾ ഇത്തരം വിഷയങ്ങൾക്ക് മുഴുവൻ നമ്മൾ പരിഹാരം കാണേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ നെടുമങ്ങാട് മഞ്ച അരുവിക്കര റോഡ് ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇരിക്കുന്നതല്ലേ, ഇത്രയൊരു എഡ്യൂക്കേഷൻ ഹബ്ബാക്കി അതിനെ മാറ്റാൻ നമുക്ക് സാധിക്കുമല്ലോ കുറച്ചുകൂടി ബെറ്ററായിട്ട്. സ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിട്ട് എത്രയോ പ്രോജക്റ്റുകൾ അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോഴല്ലേ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരാ പഠിച്ചിറങ്ങുന്നതിനുള്ള ഗുണം അവർക്ക് ലഭിക്കുകയുള്ളൂ. അങ്ങനത്തെ ദീർഘവീക്ഷണങ്ങളൊന്നും ഇല്ലാന്നേ. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഇവിടെ വോട്ട് തേടുന്നത് ഒരു MLA-ക്കെതിരെ മാത്രമല്ല, ഒരു മന്ത്രിക്കെതിരെ കൂടിയാണ്. മന്ത്രി ശ്രീ GR അനിൽ ഒരു മന്ത്രിയാണ്. അപ്പോൾ ഈ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ മന്ത്രിയാണ്. കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വിലക്കയറ്റം നിലനിൽക്കുന്ന ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. ആ ഭക്ഷ്യവിലക്കയറ്റത്തിൻ്റെ ഒന്നാമത്തെ കാരണക്കാരനെന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ പിണറായി വിജയൻ സർക്കാരിൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്കെതിരെയാണ് വോട്ട് ചോദിക്കുന്നത്. ആ മന്ത്രി എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും അധികം വിലക്കയറ്റമുള്ള സംസ്ഥാനമാക്കി, ഭക്ഷ്യവിലക്കയറ്റമുള്ള സംസ്ഥാനമാക്കി നമ്മുടെ സംസ്ഥാനത്തിനെ മാറ്റിയ മന്ത്രിക്കെതിരായിട്ടാണ് ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. ഇനി അദ്ദേഹം സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ മന്ത്രിയാണ്. ഇവിടെ കർഷകർ ആത്മഹത്യപ്പെടുന്നുണ്ട്. കർഷകരുടെ വിളകൾ കൃത്യമായിട്ട് ഏറ്റെടുക്കേണ്ടുന്നത് ആരുടെ ഉത്തരവാദിത്വമാണ്? സിവിൽ സപ്ലൈസ് വകുപ്പിൻ്റെ ഉത്തരവാദിത്വമാണ്. അത് ഏറ്റെടുക്കാതെ അവർ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സാഹചര്യം ഉണ്ടാക്കിയ ഒരു മന്ത്രിക്കെതിരെ കൂടിയാണ് ഞാൻ വോട്ട് ചെയ്യുന്നത്. വ്യക്തിപരമായ അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഒരു പരാമർശങ്ങളുമല്ല, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മന്ത്രി എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയുമായിട്ട് മാത്രം എനിക്കുള്ള വിയോജിപ്പുകൾ, എനിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഞാനത് കൃത്യമായിട്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ ഭാരതീയ ജനതാ പാർട്ടിക്ക് താമര ചിഹ്നത്തിൽ എനിക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വളരെ താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഞാൻ ആവർത്തിച്ചു പറഞ്ഞ കാര്യം വീണ്ടും ആവർത്തിച്ചുകൊണ്ട്
മുമ്പോട്ട് പോകുന്നു. ഞാൻ വോട്ട് ചോദിക്കുന്നത് ശബ്ദമില്ലാത്തവരുടെ മുഴുവൻ ശബ്ദമായിട്ടാണ്. SDPIക്കാരുടെ വോട്ടിൻ്റെ പുറകെ പോയ CPMൻ്റെ നേതൃത്വത്തോട് വിരോധമുള്ള ധാരാളം സാധാരണക്കാരായിട്ടുള്ള സഖാക്കളെ എനിക്കറിയാം. അഭിമന്യുവിനെ പോലെയുള്ള സഖാക്കളുടെ ശബ്ദമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കൊല ചെയ്യപ്പെട്ട സിദ്ധാർത്ഥനുണ്ട്. ആ സിദ്ധാർത്ഥൻ്റെ വീട്ടിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി പോലും നമ്മുടെ നെടുമങ്ങാടിൻ്റെ ജനപ്രതിനിധി തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജനകീയത എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായിട്ടുള്ള ഒരു പരാമർശവുമല്ല. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നെടുമങ്ങാട് നമ്മുടെ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് പരാതിയായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് പേര് ജീവിതത്തിൽ ദുരിതത്തിലായിട്ടുണ്ട്. ഒരാളെ പോലും അദ്ദേഹം പോയി സന്ദർശിച്ചതായിട്ട് എനിക്കറിയില്ല. ഏറ്റവും അവസാനമാണ് ആ കുഞ്ഞു മരിച്ച വിഷയം ഉണ്ടായിട്ടുള്ളത്. അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പോലും അദ്ദേഹം അവരുടെ വീട്ടിലൊന്ന് പോകാൻ വേണ്ടി പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മറ്റ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ നമുക്ക് അവർക്ക് വലിയ സാധ്യതകൾ നമുക്ക് തുറന്നിടാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് നെടുമങ്ങാട് എന്ന് പറയുന്നത്. പിരപ്പങ്കോട് ഭാഗത്തു നിന്നൊക്കെ ധാരാളം നീന്തൽ താരങ്ങൾ ഉയർന്നു വരുന്നതാണ്. അപ്പോൾ അവർക്ക് അന്താരാഷ്ട്ര തലത്തിലേക്ക് തന്നെ എത്താൻ കഴിയുന്ന തരത്തിലുള്ള സൗകര്യങ്ങൾ, അവർക്ക് മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കെല്ലാം അതിനു വേണ്ടി സാധിക്കും എന്ന് വിശ്വസിച്ച് തന്നെയാണ് ഞാനത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് എല്ലാവരോടും ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കാം.